ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 73-ാമത്തെ ശ്ലോകം നോക്കാം. കാമക്രോധമഹാലോഭതൃഷ്ണാ വ്യാകുലചേതസഃ തേപി തിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. ഇതിൽ ആദ്യത്തെ ഒരു വരി മുഴുവനും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അത് അത്ര ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായി പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് വരില്ല എന്ന് കരുതുന്നു. കാമ ക്രോധ മഹാലോഭ തൃഷ്ണ വ്യാകുല ചേതസഃ. നമ്മൾ ഓരോരോ വാക്ക് പറയാം. കാമ, കാമം. ക്രോധ, ക്രോധം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. നമുക്ക് നേടിയ എന്തൊക്കെയോ സ്വായത്തമാക്കാനുള്ള, സ്വന്തമാക്കി തീർക്കാനുള്ള ഒരു ആഗ്രഹം. എത്ര കിട്ടിയാലും മതിയാകാത്ത വിധത്തിൽ, നിറവില്ലാത്ത വിധത്തിൽ വീണ്ടും വീണ്ടും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം. ക്രോധം, ക്രോധം എന്നാൽ നമുക്കറിയാം ദേഷ്യം. മഹാലോഭ, അങ്ങനെ വർദ്ധിച്ച, മഹാ എന്ന് ഉദ്ദേശിക്കുന്നത് വർദ്ധിച്ച എന്നുള്ള ആഗ്രഹത്തിലാണ്. ലോഭം എന്നാൽ അത്യാഗ്രഹം. പിന്നെയോ തൃഷ്ണ, ആ ഒരു വീണ്ടും കിട്ടണമെന്നുള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു അതിമോഹം. വ്യാകുല, വ്യാകുല എന്നാൽ വ്യാകുല ചേതസഃ, ചേതസ എന്നാൽ മനസ്സ്. വ്യാകുല എന്ന് പറഞ്ഞാൽ ദുഃഖിതരായ, വ്യാകുല ചേതസഃ. അപ്പോൾ മനസ്സ് ദുഃഖമാകാനുള്ള, അല്ലെങ്കിൽ മനസ്സിൽ ദുഃഖം വരാനുള്ള കാരണങ്ങൾ കാമം, ക്രോധം, വർദ്ധിച്ച ലോഭം, അത്യാഗ്രഹം എന്നിവ കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ ഒരു മനസ്സ് എപ്പോഴും ദുഃഖപൂരിതമാകുന്നത്. അങ്ങനെയുള്ള മനസ്സോടു കൂടിയവർ തേപി, തേപി എന്നാൽ അവരും, അങ്ങനെയുള്ള മനസ്സോടു കൂടിയവരും തിഷ്ഠന്തി, തിഷ്ഠന്തി എന്നാൽ അവരും ഇതിനെ അനുഷ്ഠിക്കുന്നു. എന്താ? തപസ്സാരസ്തതോ ഗതഃ. തപഃ, തപഃ എന്നാൽ തപസ്. അവരും തപസ്സി, തപസ്സി എന്നാൽ തപസ്. തപസ് അവരും അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് തന്നെ തപസ്സാരസ്തതോ ഗതഃ. തപസ്സാരഃ തതഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തപസ്സാരസ്തതോ. തപസ്സാര എന്നാൽ ആ ഒരു തപസ്സിൻ്റെ സാരം, അതിൻ്റെ ആ ഒരു മഹത്വം. തതഃ, അതുകൊണ്ട് തന്നെ ഗതഃ, പോയിപ്പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കാമക്രോധ ലോഭമോഹാദികളൊക്കെ തന്നെ മഥിക്കുന്ന ഒരു മനസ്സുമായിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത് മനസ്സിൽ ദുഃഖമാണ്, വ്യാകുലതയാണ്. അങ്ങനെയുള്ള ഒരു മനസ്സുമായി പോയി ഇരുന്നാൽ ഒരിക്കലും നമുക്ക് അങ്ങനെയുള്ള ഒരു മനസ്സുമായി തപസ്സനുഷ്ഠിക്കാൻ പോയിരിക്കാം, മനസ്സിന് ഏകാഗ്രതയുണ്ടാവുകയില്ല. നമ്മുടെ മനസ്സിന് ഏകാഗ്രതയുണ്ടാകണമെങ്കിൽ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ ഭൗതികമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ മോഹിപ്പിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടു പോകുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കാനാവണമെങ്കിൽ ഈ ബാഹ്യമായ വസ്തുക്കളിൽ ഏതെല്ലാം വിധത്തിലാണോ നമ്മളെ മോഹിപ്പിക്കുന്നത്, അതിലും മഹത്തരമായ ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. അപ്പോൾ ഈ ബാഹ്യമായ വിഷയങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ പാച്ചിലിന് വേഗത കുറയും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ മാത്രമേ, തപസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭഗവാനിലേക്കുള്ള, ഭഗവത് ചിന്തകളിലേക്കുള്ള മനസ്സിൻ്റെ ഏകാഗ്രതയാണ്, ഭഗവത് വിചാരം ചെയ്യലാണ്. പക്ഷെ ആ വിചാരം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ നിറഞ്ഞു നിന്നാൽ
ഇതൊക്കെ മനസ്സിനെ ഈ ഒരു പരമാത്മ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച് വിജൃംഭിച്ചു കൊണ്ടുപോകുന്നതാണ്, പിറകിലേക്ക് വലിക്കുന്നതാണിതൊക്കെ. അപ്പോൾ ഈ കാമവും ക്രോധവും ലോഭവും മോഹവും മനസ്സിൽ നിന്ന് കഴിയുമ്പോൾ, മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം, പക്ഷെ അതുകൊണ്ട് തൃപ്തി അടയുമോ മനസ്സ്? ഇല്ല. അപ്പോൾ വീണ്ടും കൂടുതൽ നേടണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവും. പൂന്താനം തിരുമേനിയാനെ പറഞ്ഞതുപോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും അങ്ങനെ മനസ്സ് പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കിട്ടുന്നതിലൊന്നും മനസ്സ് തൃപ്തി അടയുന്നില്ല. അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് വീണ്ടും വീണ്ടും കിട്ടിയാൽ സന്തോഷം, അപ്പോഴും വീണ്ടും പിന്നെയും കൂടുതൽ നേടാനുള്ള ഒരു വ്യഗ്രത, അപ്പോൾ പിന്നെ മനസ്സിൽ ദുഃഖമായി. ഇനി ക്രോധം വന്നാലോ മനസ്സ് വീണ്ടും ചഞ്ചലപ്പെടുന്നു. അതുപോലെ തന്നെയാണ് വർദ്ധിച്ച ലോഭം കൊണ്ടും. ഇത് തന്നെയാണ് അത്യാഗ്രഹം. ഇതൊക്കെ ഒരേ പാതയിലൂടെ ഉള്ള സഞ്ചാരത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്. ഈ കാമമായാലും ക്രോധമായാലും ലോഭമായാലും മോഹമായാലും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്, നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്നത്, എത്ര കിട്ടിയാലും അത് വീണ്ടും ദുഃഖത്തിലാണ് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരേ പാതയുടെ അഥവാ ഒരേ ലക്ഷ്യം എന്ന് പറയാൻ, ഒരേ എൻഡ് പോയിന്റിൽ, അതിൻ്റെ അവസാനം മനുഷ്യ മനസ്സ് ചെന്നെത്തുന്നത് ഈ ദുഃഖത്തിലാണ്. വ്യാകുല ചിത്തരാവുകയുള്ളൂ. ഇത് എത്രമാത്രം കൂടുന്നു അത്രമാത്രം മനസ്സിൽ വ്യാകുലതകൾ കൂടും. അങ്ങനെ വരുമ്പോൾ ഒരേ എൻഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഒരു യാത്രയുടെ വിവിധ മുഖങ്ങൾ മാത്രമാണ്, വിവിധ ഭാവങ്ങൾ, അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ഉപകരിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ് കാമക്രോധ ലോഭമോഹാദികൾ. അങ്ങനെ വ്യാകുല ചിത്തനായിരിക്കുന്ന ഒരാളിന് ഒരിക്കലും ഈ ഒരു സത്യത്തിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാനാവുകയില്ല. അങ്ങനെ ആ ഒരു ഏകീകരണം, ആ ഒരു കേന്ദ്രീകരണം നടക്കാതെ വരുന്നവരും, അഥവാ അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് ഉണ്ടായിട്ടും എന്നിരുന്നിട്ടും അവരൊക്കെ തപസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തപസ് എന്ന ശ്രേഷ്ഠമായ ഭഗവത് വിചാരത്തിൻ്റെ മഹത്വവും കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നോക്കൂ, കലി ഏതെല്ലാം, കാരണം ഈ കാമക്രോധ ലോഭമോഹാദികളൊക്കെ കലിയുടെ സന്തതികളാണ്. അപ്പോൾ കലി ഏതെല്ലാം വിധത്തിലാണ് ഈ സാരത്തെ, എല്ലാ പദാർത്ഥങ്ങളുടെയും സാരത്തെ ഇവിടെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശ്രീ നാരദ മഹർഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കാമക്രോധ മഹാലോഭ തൃഷ്ണാവ്യാകുലചേതസ തേപി തിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. ഇവിടെ ആദ്യത്തെ ഒരു വരി മുഴുവനും തന്നെ തുടക്കക്കാർക്ക് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം. എന്നിരുന്നാലും അത് പദം പിരിക്കാതെ ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അവിടെയും ആദ്യത്തെ പാദത്തിൻ്റെയും രണ്ടാമത്തെ പാദത്തിൻ്റെയും അവസാനം വിസർഗം വരുന്നത് കൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ നിർത്തുകയും ചെയ്യുക. അടുത്തത് രണ്ടാമത്തെ പാദത്തിൽ തപസ്സാരസ്തതോ, അവിടെ തപഹ, അവിടെ ഒരു വിസർഗമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തപസ്സാരസ്തതോ ഗതഃ. അപ്പോൾ 3 വിസർഗങ്ങളുണ്ട്. ആദ്യത്തെ ഒരു പാദം മുഴുവൻ ചേർത്ത് വായിക്കുകയും വേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.